ദിസ് നോർമൽ ക്വസ്റ്റ്യൻ പലരും ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ജിജിക്ക് ഇത്രയൊക്കെ പൈസ കൊടുക്കാൻ പറ്റുന്നത്? ഒരു പാർട്ട്ണർക്ക് പൈസ കൊടുക്കണം, യൂപോസ് ഓണർക്ക് പൈസ കൊടുക്കണം, കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ ക്യാഷ് ബാക്ക് കൊടുക്കണം. എങ്ങനെയാണ് മൈ സർക്കിൾ ഇത്രയും പൈസ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? 10,000 രൂപ പർച്ചേസ് ഒരാൾക്ക് 1 കോടി രൂപ എങ്ങനെ കൊടുക്കാൻ പറ്റും? നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ഇതൊന്ന് കാണാം. നമ്മൾ എന്താ പറയാ അതിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണാം. സോ നമ്മൾ പലരുടെയും ഇതുവരെയുള്ള സംശയം ഇപ്പൊ നമുക്ക് തീർക്കാം. സോ യു പി വി ലെവൽ, റവന്യൂ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, നമ്മൾ തകലും ഫോർത്ത് ലെവൽ മാത്രം വരെ എടുക്കുന്നുള്ളൂ മൈ സർക്കിളിന്റെ. നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പോകും. അപ്പൊ അതിന്റെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നുള്ളത്. സോ നമ്മൾ യു പി വി ഒരെണ്ണം ജനറേറ്റ് ചെയ്തു. ഫസ്റ്റ് യു പി എന്റെ യു പി വി ഞാൻ ജനറേറ്റ് ചെയ്യുന്നു. ഗ്ലോബൽ ഗാർണറിൽ കിട്ടുന്ന പൈസ, കാരണം ഞാൻ 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് എന്റെ ഒരു യു പി വി ജനറേറ്റ് ചെയ്യുന്നത്. 10,000 റുപ്പീസ് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഗ്ലോബൽ ഗാർണറിന് കിട്ടുന്ന മിനിമം കമ്മീഷൻ എന്ന് പറയുന്നത് 5% ആണ്. ഓൺ ആൻ ആവറേജ് 10 ആണെങ്കിൽ പോലും മിനിമം 5% കിട്ടണം. സോ 5% കമ്മീഷൻ എന്ന് പറയുന്നത് 500 റുപ്പീസ് ആണ്. അതാണ് ആ 500 റുപ്പീസ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഗ്ലോബൽ ഗാർണറിന്റെ റവന്യൂ. ഞാൻ ഒരു യു പി വി ജനറേറ്റ് ചെയ്യുമ്പോൾ ഗ്ലോബൽ ഗാർണറിന് കിട്ടുന്ന റവന്യൂ 500 റുപ്പീസ് ആണ് മിനിമം. ഓക്കെ, ഞാൻ 500 റുപ്പീസ് ഞാൻ ഗ്ലോബൽ ഗാർണർ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തപ്പോൾ. ഇനി അടുത്ത ലെവലില് ഇവിടെ എനിക്ക് എനിക്ക് ഗ്ലോബൽ ഗാർണർ തരേണ്ട ഒറ്റ കാര്യമുള്ളൂ, 200 റുപ്പീസിന്റെ മൂവി വോച്ചർ. അത് മാത്രം എനിക്ക് തരേണ്ടത്. പക്ഷേ ഗ്ലോബൽ ഗാർണർ ഓൾറെഡി 500 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞു. ഇനി സോ അടുത്ത ലെവലിലേക്ക് പോവാണ്. 6 യു പി വികൾ ഞാൻ ടാഗ് ചെയ്യുന്നു. സോ 6 യു പി വികൾ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ഗാർണറിന് 3,000 രൂപ കൂടി കിട്ടി. അതിന്റെ കമ്മീഷനായിട്ട് 5%, മിനിമം 5% കമ്മീഷനായിട്ട് 3,000 രൂപ കൂടി കിട്ടി. സോ 6 യു പി വികൾ ടാഗ് ചെയ്യുമ്പോൾ ഗ്ലോബൽ ഗാർണർ എനിക്ക് 500 രൂപ തരണം. എന്റെ ഫസ്റ്റ് സർക്കിളിൽ നിൽക്കുന്ന ആൾക്ക് 500 രൂപ തരണം. പ്ലസ് ഈ 6 പേർക്കും ഞാൻ മറ്റേ പേടിഎം 200 റുപ്പീസിന്റെ വോച്ചേഴ്സ് കൊടുക്കും വേണം. അത് നമ്മൾ ഇനി പറയുന്നില്ല, അങ്ങനെയാണ് മുന്നോട്ട് പോകാം. ഓക്കെ, തൽക്കാലം നമ്മൾ 500 റുപ്പീസ് മാത്രമാണ് ടോട്ടൽ ക്യാഷ് ബാക്ക് കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചിരിക്കുക. നമ്മൾ അവസാനം വരുമ്പോൾ അതിലേക്ക് വരാം. സോ ടോട്ടൽ ക്യാഷ് ബാക്ക് 500 രൂപയാണ് ഗ്ലോബൽ ഗാർണർ കൊടുക്കുന്നത്. പക്ഷെ 3,000 രൂപ ഓൾറെഡി ഗ്ലോബൽ ഗാർണർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഗ്ലോബൽ ഗാർണറിൽ 36 പുതിയ യു പി വിസ് വന്നു. ഈ 6 പേരെ താഴെയൊക്കെ 6 പേര് വെച്ച് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 36 പുതിയ യു പി വികൾ, പുതിയ പർച്ചേസുകൾ 10,000 റുപ്പീസിന്റെ. സോ ഗ്ലോബൽ ഗാർണറിന് ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ അറൌണ്ട് 18,000 റുപ്പീസ് കിട്ടും. അതിൽ എനിക്ക് തരേണ്ടത് 1,000 റുപ്പീസ് ആണ്. എന്റെ താഴെയുള്ള 6 പേർക്കും 500 രൂപ വെച്ച് കൊടുക്കണം. സോ അവിടെ 3,000 റുപ്പീസ്. സോ ടോട്ടൽ ഗ്ലോബൽ ഗാർണറിന് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് 4,000 റുപ്പീസ് ആണ്. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ ഓരോന്നോരോന്നിനും പറയുന്നില്ല. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഗ്ലോബൽ ഗാർണറിന് 1,08,000 റുപ്പീസ് കിട്ടും. ഓരോ ലെവലിലുള്ള ആളുകൾക്ക് പൈസ കൊടുത്ത് കൊടുക്കേണ്ടി വരുന്നത് തേർഡ് ലെവലിൽ 32,500 മാത്രമാണ്. ഫോർത്ത് ലെവൽ കൂടി നമുക്ക് നോക്കാം. ഫോർത്ത് ലെവലിൽ ഗ്ലോബൽ ഗാർണർ കിട്ടുന്ന എമൗണ്ട് 6,48,000 റുപ്പീസ് ആണ്. ഓരോ ലെവലിലും ഇൻക്ലൂഡിംഗ് ജി ജി കോയിൻ കൺവേർഷൻ കൂടി ചേർത്ത് ഫോർത്ത് ലെവലിലോട്ട് ജി ജി കോയിൻ സ്റ്റാർട്ട് ചെയ്യും. അവൾ കൺവേർഷൻ കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കൂടി കൊടുക്കേണ്ടി വരുന്നത് 2,05,000 റുപ്പീസ് മാത്രമാണ്. സോ ഇതെല്ലാം ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഗ്ലോബൽ ഗാർണറിന് ഫോർത്ത് ലെവൽ വരെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടിയത് 7,77,500 റുപ്പീസ് ആണ്. സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് 5,53,000 റുപ്പീസ്. സോ ഇവിടെ നമുക്ക് സംശയം വരാം, 5,53,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തില്ലല്ലോ. നമ്മൾ തന്നെ ആ സൈഡിലുള്ള ബ്ലൂ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വരുന്നില്ല. ഏകദേശം ഒരു 2,50,000 റുപ്പീസിന്റെ അടുത്തേ വരുന്നുള്ളൂ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഓരോ യു പി വി ജനറേറ്റ് ചെയ്യുമ്പോഴും 200 റുപ്പീസിന്റെ മൂവി വോച്ചേഴ്സ് കിട്ടും. അപ്പൊ അതിന്റെ എമൗണ്ടും കൂടി കൂട്ടിയിട്ടാണ് 5,53,000 എന്ന് വന്നത്. സോ എങ്കിലും 2,24,500 അഗൈൻ ചിന്തിക്കണം. ഫോർത്ത് ലെവൽ വരെ മാത്രമാണ്. ലെവൽ കൂടുന്തോറും ഇതിന്റെ ഗ്യാപ്പ് കൂടി വരും. സോ അത്രയും എമൗണ്ട് ഓൾറെഡി ഗ്ലോബൽ ഗാർണറിന് കിട്ടിക്കഴിഞ്ഞു, എക്സ്ട്രാ ഇൻകം. പക്ഷെ ഈ ഇൻകം എന്ന് പറയുന്നത് അവര് ആ ഇൻകമായിട്ട് അവിടെ വാങ്ങിച്ചു വെക്കില്ല. ഇതിൽ നിന്ന് എടുത്തിട്ടാണ് പാർട്ട്ണർക്ക് കൊടുക്കുന്നതും ബാക്കിയുള്ള അവരുടെ കോർപ്പറേറ്റ് എക്സ്പെൻസുകൾ നടത്തുന്നത്. ആൻഡ് അഗൈൻ ഇതിന്റെ ശരിക്കും മൈ സർക്കിളിൽ അതിന്റെ ഒരു എന്താ പറയാ ഇത് വരുന്നത് ഇങ്ങനെയാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം ഞാൻ ഇതിലേക്ക് ഫുള്ള് ഓരോന്നോരോന്ന് പറഞ്ഞു പോകുന്നില്ല, നമ്മൾ സമയം ലേറ്റ് ആക്കണ്ട. ടോട്ടൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. 9 സർക്കിളുകളുള്ള മൈ സർക്കിൾ കംപ്ലീറ്റ് ആവുമ്പോൾ ഗ്ലോബൽ ഗാർണറിന് കിട്ടുന്നത് 600 crores റുപ്പീസ് ആണ് കമ്മീഷൻ മാത്രമായിട്ട്. ഗ്ലോബൽ ഗാർണർ സ്പെൻഡ് ചെയ്യുന്നത് 425 crores ആണ്. സോ ബാക്കി ഗ്ലോബൽ ഗാർണറിന്റെ റവന്യൂ ആണ്. ഇത് ജി ജി മണിയും മൂവി വോച്ചേഴ്സും ജി ജി കോയിൻ കൺവേർഷനും എല്ലാം ചേർത്താ പറയുന്നത്. സോ ബാക്കിയുള്ളത് ഗ്ലോബൽ ഗാർണറിന്റെ റവന്യൂ ആണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു സംശയമൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഗ്ലോബൽ ഗാർണർ വർക്ക് ചെയ്യുന്നുള്ളത്.